ശ്രീ ഡിജോ കാപ്പൻ, ഇത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ യൂറോളജി വകുപ്പിൽ മാത്രം സംഭവിച്ച ഒരു പിഴവ്, അതല്ലെങ്കിൽ ഒരു പ്രശ്നം എന്ന നിലയിലാണോ നമ്മൾ കാണേണ്ടത്? അതല്ല, കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ ഒരു വിധത്തിലല്ലെങ്കിൽ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ രോഗികളെ കുഴപ്പത്തിലാക്കുന്ന, അവരെ അകറ്റുന്ന, സാധാരണക്കാരായ നിർധനരായ രോഗികളെ ഇട്ട് കഷ്ടപ്പെടുത്തുന്ന ഒരു സമീപനം, ഒരു കെടുകാര്യസ്ഥത, ഒരു നിസ്സംഗതാ മനോഭാവം ഉണ്ട് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? വിഷ, ഇത് അങ്ങ് പറഞ്ഞതുപോലെ ഒരു മെഡിക്കൽ കോളേജിൻ്റെയോ ആരോഗ്യ വകുപ്പിൻ്റെയോ മാത്രം പ്രശ്നമല്ല വരാൻ പോകുന്നത്. നമ്മുടെ കേരള സംസ്ഥാനം ഊതിവീർപ്പിച്ച ഒരു ബലൂണാണ്. 1982 മുതലാണ് നമ്മളിവിടെ കമ്മി ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ തുടങ്ങിയത്. അതിങ്ങോട്ട് വന്ന് 2000 ഒക്കെ ആയപ്പോഴത്തേനും അതിൻ്റെ ഒരു ഭീകര രൂപം വന്നപ്പം ഞങ്ങളൊന്നും ഒരു എക്കണോമിക്സ് അല്ലെങ്കിൽ പോലും നമ്മൾ നടത്തിയിരിക്കുന്ന സെമിനാറുകളും അവിടെയൊക്കെ എക്സ്പേർട്സ് പറഞ്ഞത് വെച്ചിട്ട് ഇത് വലിയ അപകടത്തിലേക്ക് നിങ്ങൾ പോകും എന്ന് പലപ്പോഴായി സാമ്പത്തിക കാര്യ വിദഗ്ധന്മാർ ചൂണ്ടിക്കാണിച്ചു. ഇപ്പൊ ആരോഗ്യവകുപ്പിന്റെ കാര്യം അറിയാൻ നമ്മളിപ്പോൾ ചർച്ച ചെയ്യാൻ ഇടവന്നത് ഒരു സത്യസന്ധനായ, ഒരു പ്രതിബദ്ധതയുള്ള ഒരു ഡോക്ടർ. ആ ഡോക്ടർ പൊതുസമൂഹത്തോട് ഇത് വിളിച്ചു പറഞ്ഞതുകൊണ്ടാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ സത്യസന്ധതയെക്കുറിച്ച് നമ്മുടെ വകുപ്പ് മന്ത്രിക്ക് പോലും അഭിപ്രായ വ്യത്യാസമില്ല. ഈ ബഡ്ജറ്റിൽ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ കേരള ഗവൺമെന്റിന്റെ 2024-25 ബഡ്ജറ്റിൽ ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി മാറ്റിവെച്ചത് 11,000 കോടി രൂപയാണ്. അതെങ്ങനെ അന്ന് നമ്മുടെ ഭരണകക്ഷി MLA-മാരെല്ലാം ഓരോ പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ ഓരോ മേഖലയ്ക്ക് പണം കൊടുത്തപ്പോൾ കൈയടിച്ച് പിറ്റേ ദിവസം വലിയ വാർത്തകളും ഒക്കെ വന്നു. അതായത് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന് 400 കോടി കൊടുത്തെങ്കിൽ ഇപ്പോൾ അതിന് അലോട്ട് ചെയ്തിരിക്കുന്നത് 145.65 കോടി കുറച്ചിട്ട് ബാക്കി 254.35 അനുവദിച്ചിട്ടുള്ളൂ. അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിന് ബഡ്ജറ്റിൽ അന്ന് അവൻ അനുവദിച്ചത് 217 കോടിയാണ്. ഇപ്പോൾ അത് 157 കോടിയെ കൊടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ ഏറ്റവും എനിക്ക് വേദന തോന്നിയത് ക്യാൻസർ രോഗികൾ, ഏറ്റവും മരുന്നിന് വിലയുള്ളതും അത് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ഇന്നോ നാളെയോ എന്ന് പറഞ്ഞ് വേദനിക്കുന്ന അവരുടെ ബന്ധുക്കളും. അവിടെ 73 കോടി അനുവദിച്ചിട്ട് അതിൻ്റെ 36 കോടിയേ കൊടുത്തിട്ടുള്ളൂ. മലബാർ ക്യാൻസർ സെന്ററിന് 28 കോടി അനുവദിച്ചിട്ട് ബഡ്ജറ്റിൽ അനുവദിച്ചിട്ട് അതിൻ്റെ പകുതി 14 കോടി. അതുപോലെ തന്നെ കൊച്ചിയിലെ ക്യാൻസർ ഗവേഷണ കേന്ദ്രം 14.5 കോടി അനുവദിച്ചിട്ട് 9.5 കോടിയെ കൊടുത്തിട്ടുള്ളൂ. അപ്പം ഇത് ജില്ലാ ആശുപത്രികളിലും ഇത് തന്നെയാണ് സ്ഥിതി. അവിടെ 182.13 കോടി അനുവദിച്ചിട്ട് 90 കോടിയെ കൊടുത്തുള്ളൂ. പക്ഷെ ഈ വകമാറ്റിയ പണം എങ്ങോട്ട് പോയി എന്നുള്ളതാണ്. അത് കേരള ഗവൺമെന്റ് അത് പൊതുജനങ്ങളോട് പറയണം. അത് നമ്മുടെ 9ാം വാർഷികത്തിന് വേണ്ടി മാറ്റിവെച്ച 100 കോടിയിലാണോ അതെയോ മറ്റ് ആഡംബര കാര്യങ്ങൾക്കാണോ മാറ്റിവെക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഇത് വലിയ ഗുരുതരമായ സത്യപ്രതിജ്ഞാ ലംഘനം കൂടിയാണ്. ഒരു അസംബ്ലിയിൽ ഒരു ബഡ്ജറ്റ് പാസ്സാക്കിയിട്ട് അത് വകമാറ്റി മറ്റു തരത്തിലോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഗുരുതരമായ തെറ്റാണ്, സത്യപ്രതിജ്ഞാ ലംഘനമാണെന്ന് ഞാൻ പറയും. ഈ ഗവൺമെന്റ് 2024-25 ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിനകത്ത് 900 കാര്യങ്ങൾ കേരളത്തിൽ നടത്തിയെന്നാണ് പറയുന്നത്. അത് മെഡിക്കൽ രംഗവുമായി ബന്ധപ്പെട്ടത് 485 മുതൽ 532 വരെയുള്ള ഖണ്ഡികകളിൽ പറയുന്നുണ്ട്. അവിടെ 47 കാര്യങ്ങൾ ഗവൺമെന്റ് നേട്ടമായിട്ട് പറയുന്നുണ്ട്. അതിനകത്ത് എല്ലാം തന്നെ ഇന്റർനാഷണൽ ലെവലിലേക്ക് നമ്മുടെ ഹെൽത്ത് സെന്ററുകളും ബാക്കി കാര്യങ്ങളും ഒക്കെ കൊണ്ടുവരുമെന്ന് പറയും. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ചില ആളുകൾ, ഗവൺമെന്റുമായിട്ട് ആഭിമുഖ്യമുള്ള ചില ആളുകളോട് ചോദിച്ചപ്പം, നിങ്ങളുടെയൊക്കെ സുഹൃത്തുക്കൾ യൂറോപ്യൻ രാജ്യങ്ങളിലില്ലേ, അവിടെ ഒരു ഡോക്ടറെ കാണാൻ എത്ര ദിവസം കഴിഞ്ഞിട്ട് അപ്പോയിന്റ്മെന്റ് കിട്ടുന്നത്? ഞാനപ്പോൾ പറഞ്ഞ ഒറ്റ മറുപടി ഉള്ളൂ, നമുക്ക് കേരളത്തിൽ നമ്മുടെ ക്രിസ്ത്യൻ മിഷണറിമാർ മുതൽ പിന്നെ ഇങ്ങോട്ട് സ്വകാര്യ ആശുപത്രിക്കാരും നമ്മുടെ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരും ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു പാരമ്പര്യമുണ്ട്. ഒരു രോഗിക്ക് അസുഖം വന്നാൽ ഉടനെ നേരെ അവൻ്റെ ഹെൽത്ത് സെന്ററിലോ അല്ലെങ്കിൽ പ്രാഥമിക ആശുപത്രിയിലോ, പണമുള്ളവൻ സ്വകാര്യ ആശുപത്രിയിലോ എന്ന് അന്ന് തന്നെ ഡോക്ടറെ കാണാൻ പറ്റും, ചികിത്സ ലഭിച്ചുകൊണ്ടിരുന്നു. അതിവിടെ നഷ്ടപ്പെട്ടു. ആ ഡോക്ടർ തുറന്നു പറഞ്ഞു, രോഗികളെ കൊണ്ട് തന്നെയാണ് ഞങ്ങൾ പല കാര്യങ്ങളും വാങ്ങിപ്പിക്കുന്നതെന്ന്. ഇപ്പം ബാബു അത് ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. അപ്പം നമ്മുടെ ഗവൺമെന്റ് അടിയന്തരമായിട്ട് ഇക്കാര്യത്തിൽ ഒരു പ്രയോറിറ്റി നിശ്ചയിക്കണം. എനിക്ക് ബഹുമാനപ്പെട്ട മന്ത്രിയോട് പറയാനുള്ളത്, ആ മാഡം 14 ജില്ലകളിലും പോകണം. അവിടുത്തെ ജനപ്രതിനിധികളെ വിളിച്ചു കൂട്ടണം. അവിടുത്തെ മെഡിക്കൽ കോളേജിലെയും ജില്ലാ ആശുപത്രിയിലെയൊക്കെ പ്രിൻസിപ്പൽമാരെ, സൂപ്രണ്ടന്മാരെ വിളിച്ചു കൂട്ടണം. നമുക്കൊരു പ്രയോറിറ്റി നിശ്ചയിക്കണം. നമുക്ക് അടിയന്തരമായി വേണ്ട മരുന്നുകൾ, അടിയന്തരമായി വേണ്ട എക്യുപ്മെന്റ്സ് ഇതെന്തൊക്കെയാണെന്ന്. ഇപ്പം ഞാൻ സംസാരിച്ച ചില ഡോക്ടർമാർ പറയുകയുണ്ടായി,
ഈ 10-600 കോടി ഗോപീഷൻ തന്നെ സൂചിപ്പിച്ചു കൊടുക്കാനുണ്ടെന്ന്. അതുകൊണ്ട് അവരാരും പ്രോപ്പറായിട്ട് മെയിൻ്റനൻസിന് വിളിച്ചാൽ വരുന്നില്ല. ഞങ്ങളുടെ പണം തന്ന് നമുക്കറിയാം 1 ഇയർ ഗ്യാരണ്ടി, 2 വർഷത്തെ ഗ്യാരണ്ടി ഒക്കെ ഉള്ള ഓരോ ഇൻസ്ട്രുമെന്റ് നമ്മൾ വാങ്ങിക്കും. നമ്മളത് കടം മേടിച്ചിട്ട് കടം കൊടുക്കുന്നില്ലെങ്കിൽ അവരാ ഗ്യാരണ്ടി അവർ തരില്ല. അവർ സ്വാഭാവികമായിട്ടും വിളിച്ചാൽ വരികയല്ല. അപ്പം അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ഞാൻ കാണുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ വിഷബാധയ്ക്ക് ചികിത്സിച്ചിട്ട് ആ കുട്ടി മരിച്ചുപോയി എന്നൊക്കെ വാർത്ത വരുന്നില്ലേ? ഗുണനിലവാരമില്ലാത്ത മരുന്നുകൾ ആശുപത്രികളിൽ കുമിഞ്ഞുകൂടുകയാണ്. അതൊക്കെ ആരാണിത് വാങ്ങിക്കുന്നത്? ഈ ഗുണനിലവാരമില്ലാത്ത മരുന്നുകൾ. അപ്പൊ അതേക്കുറിച്ച് ഞാൻ ഈ വിഷത്തിനുള്ള വാക്സിൻ അത് വടക്കേ ഇന്ത്യയിലാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അത് പ്രോപ്പറായിട്ട് ഫ്രീസ് ചെയ്ത് അല്ലെങ്കിൽ നിശ്ചിത തണുപ്പിൽ അതിവിടെ എത്തേണ്ടതാണ്. അത് റെയിൽവേ സ്റ്റേഷനിലൊക്കെ വന്ന് കിടക്കുക. അത് കഴിഞ്ഞിട്ട് അത് ആശുപത്രി വരുമ്പം അതിന് വേണ്ടുന്ന ഫ്രീസിങ് ഫെസിലിറ്റി ഇല്ലെങ്കിൽ അത് കുത്തിവെച്ച് കഴിഞ്ഞാൽ ആ രോഗി മരിച്ചു പോവും. ആ മരുന്നിനൊരു എഫക്റ്റ് ഇല്ലാതെ വരും. ഇങ്ങനത്തെ പ്രാഥമികമായ പല തെറ്റുകളുമുണ്ട്. അതാണ് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞത്, ഇവിടത്തെ സിസ്റ്റത്തിന്റെ തകരാറ്. അതും കൂടെ ഞാനൊന്ന് സൂചിപ്പിക്കാം. ഇപ്പോഴല്ല, ഒരു 4-5 വർഷം മുമ്പ് ഒരു മെഡിക്കൽ കോളേജ് സൂപ്രണ്ടുമായിട്ട് സംസാരിച്ചപ്പം അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരു പ്രപ്പോസൽ എഴുതി അയക്കുകയാണ് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലേക്ക്. ഞങ്ങളുടെ ആശുപത്രിയിൽ അടിയന്തരമായിട്ട് ഞങ്ങളുടെ ആശുപത്രിയിലെ സ്കാനിങ് മെഷീൻ കേടായിരിക്കുന്നു, അതിൻ്റെ ലൈഫ് കഴിഞ്ഞു, അതും കഴിഞ്ഞിട്ട് തന്നെ വർഷങ്ങളായി, അടിയന്തരമായിട്ട് അതിന് പണം അനുവദിക്കണമെന്ന് പറയുമ്പം അവിടെ ഡിഗ്രി പാസ്സായി യാതൊരു മെഡിക്കൽ രംഗവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു ക്ലർക്കിൻ്റെ കയ്യിലോട്ട് ഇത് കിട്ടിക്കഴിയുമ്പം അദ്ദേഹം പറയും, ഇവിടെ സാമ്പത്തിക പ്രതിസന്ധിയാണ്, ഇതൊന്നും മേടിക്കേണ്ട, നിങ്ങളൊരു എക്സ്റേ മെഷീൻ മേടിച്ചാൽ മതി. അപ്പം ഒരു മെഡിക്കൽ കോളേജിൽ 10-20 കൊല്ലം വർക്ക് ചെയ്ത ആളാണ് സൂപ്രണ്ടൊക്കെ ആയിട്ട് വരുന്നത്. അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസിന് പോലും ഒരു വിലയില്ല. അവിടെ എന്ത് മെഷീൻ മേടിക്കണം എന്ന് ഇവിടുത്തെ സിസ്റ്റമാണ് തീരുമാനിക്കുന്നത്. ആ സിസ്റ്റത്തിന്റെ തകരാറ് തന്നെയാണ്. ഇപ്പൊ നമ്മളോട് കൂടെ ചർച്ചയിലുള്ള ബഹുമാന രാമൻകുട്ടി ഡോക്ടർ ഇന്നൊരു ലേഖനം എഴുതിയിരിക്കുന്നത് കണ്ടു. ബാംഗ്ലൂർ മെഡിക്കൽ കോളേജിൽ 20 കൊല്ലം മുമ്പ് അവിടെ വലിയ പ്രതിസന്ധിയായിരുന്നു. അവിടെ സ്വയംഭരണാവകാശം കൊടുത്തു കഴിഞ്ഞപ്പം അവിടുത്തെ ഗവേണിംഗ് ബോഡിക്ക് പർച്ചേസിങ്ങിനുള്ള അധികാരം കിട്ടി. അപ്പൊ അധികാരം കിട്ടിയപ്പോൾ എന്തൊക്കെയാ അവിടെ മേടിക്കേണ്ടത് എന്നൊക്കെയുള്ള തീരുമാനം എടുക്കാൻ കഴിയും. കുഴപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റിന് പറഞ്ഞോളൂ അത് പൂർത്തിയായിക്കോളൂ. ഞാൻ 1 മിനിറ്റ് പറഞ്ഞോളൂ. അപ്പൊ ഈ അധികാരം ഇങ്ങനെ താഴത്തെ തട്ടിലോട്ട് പോയാൽ, നമ്മൾ അധികാര വികേന്ദ്രീകരണത്തെ കുറിച്ചൊക്കെ പറഞ്ഞ് അങ്ങ് താഴത്തെ തട്ടിലോട്ട് കൊടുക്കും എന്നൊക്കെ പറഞ്ഞു, ഒന്നും കൊടുത്തിട്ടില്ല ഇപ്പോഴും.